ചാലക്കുടി പാലത്തിന്റെ എന്താ അവസ്ഥ? ചാലക്കുടി പാലത്തിന്റെ സ്ഥലം എത്രയും പെട്ടെന്ന് നമുക്ക് ഡൈവേർഷൻ ഇത് നിങ്ങൾ തീർത്തു കഴിഞ്ഞാലേ നമുക്ക് അത് തുടങ്ങാൻ പറ്റും. ഇലക്ഷന്റെ ഒരു മൂർധന്യത്തിലൊന്നും കൊണ്ടുപോയിട്ട് അവിടെ പൊളിച്ചത് മൊത്തം ബ്ലോക്ക് ആക്കാനും കളക്ടർ അത് നടക്കുന്ന കാര്യമില്ല. മാർച്ച് 27 എക്സാം ഇത് അടിയന്തരമായി നിങ്ങൾക്ക് ചെയ്യാം, ഒരു മാസം, അതായത് ഏപ്രിൽ എൻഡോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സാം നിൽക്കുന്ന സമയത്ത് ഇവിടെ മുഴുവൻ ബ്ലോക്ക് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇത് അടിയന്തരമായിട്ട് തീർക്കും. ഈ മൂന്ന് പാലം പേരാമ്പ്ര ഇതും തീർക്കാൻ നിങ്ങൾക്ക് ഒരു തടസ്സമില്ല. മാൻ പവർ വെച്ച് കിറ്റിയും കാര്യങ്ങളിട്ട് നിങ്ങൾക്ക് 2 ആഴ്ച തീർക്കാവുന്ന കാര്യമുള്ളൂ. ഇത് NH ഏറ്റവും കീഴാനുള്ള സ്ഥലം. നിങ്ങള് കോഴിക്കോടും അവിടെ ഉള്ള പോലെ അല്ല. ഇത് എയർപോർട്ടും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ട്രെച്ചിലെ ഏറ്റവും ഇത് കൂടിയത് സാധ്യത കൂടിയൊരു ഏരിയയാണ്. നിങ്ങളെ മാൻ പവറോടെ കൂട്ടി ഇത് 5 കിലോമീറ്റർ ഇടയിലാണ് ഈ 3 പാലം വരുന്നത്. ഈ പാലത്തിൽ നിങ്ങൾ ആ മാൻ പവർ കൂട്ടാതെ ഈ കാര്യങ്ങള് സാധാരണഗതിയിൽ ഇങ്ങനെ ലാഗ് ചെയ്ത് പോയാൽ നടക്കുന്ന കാര്യമല്ല. അത് അടിയന്തരം നിങ്ങൾക്ക് തീർക്കാവുന്ന കാര്യമാണ്. ഇത് തീർത്തിട്ട് നിങ്ങൾക്ക് ഏപ്രിൽ 30 മുമ്പ് ചാലക്കുടി തീർക്കാൻ പറ്റുമോ? ഇത് ചാലക്കുടി പാലത്തിന്റെ പണി 2 ആഴ്ച പറയുന്നത്. മാർച്ച് 9 ഉള്ളൂ. അപ്പൊ ഒരു വണ്ടിക്ക് പോകാൻ പറ്റും. ആ കോൺക്രീറ്റ് സ്ലാബ് മാറ്റിയിട്ട് 6 വാള് പൊങ്ങുകയാണെങ്കിൽ അവിടെയും ഡബിൾ കിട്ടും. സാറ് പറഞ്ഞ പോലെ ഈ 3 സ്ഥലത്തും അപ്പൊ ബ്ലോക്ക് ഇല്ലാതെ പോയിട്ട് ഈ ചാലക്കുടി പാലത്തിൽ ഒരു ചെറിയ ആൾക്കാർക്ക് കൺജസ്റ്റഡ് ആയ കുഴപ്പമില്ല. സംഭവിക്കാം. പഴയ പോലെ 6 മണിക്കൂറൊക്കെ കിടക്കുന്ന അതാണ്. സർവീസിനോട് എല്ലാം 2 ലൈനായിട്ട് മാറിയാൽ ചാലക്കുടി പാലം നിങ്ങൾ നവീകരണത്തിൽ എത്താൻ കുഴപ്പമില്ലാന്നാണ് പോലീസ് പറയുന്നത്. നിങ്ങൾ ഈ കമ്പികളെ പുറത്തേക്ക് നിൽക്കുന്ന ഞാൻ യാത്രക്കാരായിട്ട് ചാലക്കുടി പോകുന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് വരുന്ന കമ്പികൾ തള്ളി നിൽക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ലൈനിൽ പോകാനുള്ള സ്പേസ് കൊണ്ടുപോകാം. അവിടെ ഓവർടേക്ക് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന കമ്പികളെല്ലാം ആ ബസ്സിന്റെ സൈഡിലടിക്കും. അതൊരു 2 ദിവസം മുമ്പ് ഉണ്ടായതാണ്. അത് നിങ്ങൾ പറയേണ്ടതല്ലേ, അല്ലാതെ ഒരു തരത്തിലുള്ള സേഫ്റ്റി ഡിവൈസും പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല. ആ സേഫ്റ്റിക്കുള്ള യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങോട്ട് വീഴാം. മേലെ നിന്ന് ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് ആയാലും അവരുടെ പ്രൊഫഷൻ എപ്പോ വേണമെങ്കിലും ഈ താഴോട്ട് വീഴാവുന്ന ഈ സൈഡിലേക്ക് തള്ളിയിരിക്കുന്ന കമ്പികൾ നിങ്ങൾ പറയുന്നില്ല. അവിടെ ആൾക്കാർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിൽക്കുന്ന ഒരു സേഫ്റ്റി ബെൽറ്റോ അങ്ങനെ ഒരു സേഫ്റ്റി ഡിവൈസും അവർ ഉപയോഗിക്കുന്നില്ല. എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകുന്ന ഒരു വണ്ടിയിലേക്ക് വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതൊക്കെ കുറെ കൂടി കൺസ്ട്രക്ഷൻ കമ്പനിയോട് പറഞ്ഞ് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. You don't have safety officer. We keep on telling. You don't have any safety officer in this work site. The contract said they don't have safety person. Officer ഞാൻ കണ്ടിട്ടില്ല. 2 ബാരിക്കേഡിന് ഇടയ്ക്കുള്ള സ്പേസിൽ ഒരു ലോറി വരെ അകത്തേക്ക് പോകാൻ അത്രയും ഗ്യാപ്പ് ഉണ്ട്. അങ്ങനത്തെ ഗ്യാപ്പുകൾ നമുക്ക് ഇടയ്ക്കാം. അല്ല അതാ പറയണോ, വണ്ടി അകത്ത് പോകാത്ത രീതിയിൽ ബാരിക്കേഡ് വെക്കാം. തൊട്ടടുത്ത് വെക്കാൻ അത്യാവശ്യമായിട്ട് ഞങ്ങൾ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റിയ 5-6 മീറ്ററോളം ഗ്യാപ്പ് ഉണ്ട്. 2 മുമ്പ് നേരത്തെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ സേഫ്റ്റി ഓതറൈസ്ഡ് പേഴ്സൺ ഇവിടെ ഇല്ല. അൻസില കണ്ടില്ല എന്നാ പറയുന്നത്. അൻസില കണ്ടില്ലെങ്കിൽ ആ ആള് പോയി കാണണമായിരുന്നു. ഞാൻ പീഡി എന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ആ ആള് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ? സേഫ്റ്റി അല്ല വച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം. What is the distance between the barriers placed? 3-4 meters spacing. So what is the length of a car? Yeah, we can tie the ribbon. Safety ribbon is there. Continuously we can make the safety. Is that already done or you will be doing it? Yeah, we'll be doing it. You have to do it in 24 hours. അല്ല അതുവരെ കാർ പോവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. We'll tie the ribbon. We'll tie the safety. നിങ്ങളുടെ സേഫ്റ്റി പേഴ്സൺ എന്നെത്തും? ആരാ ചെയ്യേണ്ടത്? മറ്റേ കോൺട്രാക്ടറുടെ സൈഡിൽ നിന്നുള്ളത് ഒരാളില്ലെന്ന് പറഞ്ഞു ഇവിടെ. ഒരു മഴ കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെക്കും. മൊത്തം ഇതിനകത്ത് വെള്ളം കെട്ടി കിടക്കും. നിങ്ങളുടെ ഈ വർക്കിനുള്ള ആളുകളെ ഞാൻ അപ്പുറത്തേട്ട് വിട്ടോന്ന് പറഞ്ഞിട്ട് മണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഡ്രെയിനേജിന് എന്തിനാ മണ്ണ്? അപ്പൊ ഡ്രെയിനേജ് തീർത്ത് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടാൻ പാടില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കാണോ അതോ PWD എന്നാണോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ എവിടെയാണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടാൻ പാടില്ല. പ്രശ്നമുണ്ട്. പേരാമ്പ്ര നിലവില് ഇപ്പൊ വെള്ളം മുഴുവൻ ആളുകളുടെ വീട്ടിലേക്ക് പോകുന്ന. എല്ലാവർക്കും നമസ്കാരം. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കവിതയുണ്ട്, സന്ദർശനം.
അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. കേട്ടല്ലേ? അങ്ങനെ മൗനം കുടിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ കളക്ടറായിട്ട് ചുമതലയേക്കപ്പെട്ട ശിഖ സുരേന്ദ്രൻ IAS-ഉം ബി കൃഷ്ണകുമാർ IPS-ഉം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള അശോക് കുമാർ സാറും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികാരികൾ തുടങ്ങിയവരെല്ലാം ചിറങ്ങര എന്ന് പറയുന്ന ദേശീയപാത അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നിർമ്മാണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇവർ വരുന്നതിന് മുൻപ് ഞാൻ പൊതുജനങ്ങളായിട്ടുള്ള ആ പ്രദേശത്തെ കുറച്ച് ആളുകളെയും ചില സംഘടനകളുടെ ആളുകളൊക്കെ അറിയിച്ചു, ഇവർ വരുന്നുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ ഉന്നയിക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടറിയാം, വേറെ വല്ല പരിപാടിക്ക് ഇപ്പോൾ കൂടെ മോൻ പോയി ഒരു ഉപ്പിട്ട് സർവത്ത് പിടിച്ച് മോൻ വീട്ടിൽ പോകാൻ നോക്കുമെന്ന് പറഞ്ഞു. കാരണം അവർക്കൊക്കെ അത്രേ താല്പര്യമുള്ളൂ ഈ സന്ദർശനങ്ങളോട്. ഈ പൊള്ളയായ സന്ദർശനവും ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള പരിപാടികളും തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ പുതിയതായിട്ട് ചുമതലയേറ്റ കളക്ടറെ കുറ്റം പറയുന്നതല്ല. ഇതിക്ക് മുൻപ് ഇവിടെ ഇതുപോലെ തന്നെയുള്ള ഭരണാധികാരികൾ കുറേ റോഡ് എഴുന്നള്ളത്തുകൾ നടത്തി. MP എന്ന് പറയുന്ന മഹാൻ്റെ നേതൃത്വത്തിൽ ചില മീറ്റിങ്ങുകൾ നടത്തി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം നടപ്പിലായില്ല. ഓരോ മീറ്റിംഗ് കഴിയും തോറും അടുത്ത മീറ്റിങ്ങിൻ്റെ ഇടയിൽ പുതിയ സംഭവങ്ങളുണ്ടാവും. സ്ലാബ് മുകളിൽ നിന്ന് പറന്ന് വീഴുക, അതുപോലെ തന്നെ സൈഡിലേക്ക് വളച്ചു വെച്ചാണ് കമ്പിയുമ വാഹനങ്ങൾ ഒന്നിടിക്കുക, നിലത്ത് വിരിച്ച് വെച്ചാണ് സ്ലാബുകൾ പൊട്ട അപ്പോൾ അവസാനം കൊരട്ടി ജംഗ്ഷനിൽ കെട്ടിപ്പൊക്കിയ തൂണിന് വേണ്ടി കെട്ടിപ്പൊക്കിയ കമ്പി മലനടിച്ച് വീഴാൻ ചെയ്തു. വലിയ ദുരന്തം ഉണ്ടാവാണ്ടിരുന്ന് നന്നായി. എന്തായിരുന്നാലും ശിഖ സുരേന്ദ്രൻ IAS വന്നതിന് ശേഷം ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ബിറ്റുമിൻ ഇല്ല എന്ന് പറഞ്ഞ ആദരണീയനായിട്ടുള്ള പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ മഹാനോട് അത് ബിറ്റുമിൻ കൊണ്ടുതരേണ്ട ചുമതല കളക്ടർക്കാണോ എന്ന് വരെ കളക്ടർ ചോദിച്ചു. കാന നന്നാക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ മണ്ണില്ല എന്ന് പറഞ്ഞപ്പോൾ കാനയ്ക്ക് മണ്ണാണോ വേണ്ടതെന്ന് ചോദിച്ച രസകരമായ ചോദ്യവും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് നൽകുക. അങ്ങനെ ആവണം ഉദ്യോഗസ്ഥന്മാർ. ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള അശോക് കുമാർ എന്ന് പറയുന്ന സാറ്, അദ്ദേഹം അവിടെ അവതരിപ്പിച്ച ചില സംഭവങ്ങളുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദർശനത്തിലെ ഏറ്റവും കാതലായ സംഭവങ്ങൾ അവതരിപ്പിച്ചത്. അദ്ദേഹം സ്വന്തം അനുഭവം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. KSRTC ബസ്സിൽ അദ്ദേഹം പോകുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ദേശീയപാത ചടങ്ങരയിൽ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളച്ചു വെച്ച കമ്പികൾ അപകടകരാവസ്ഥയിലാണ്. പലപ്പോഴും പല മീറ്റിങ്ങുകളോടും ഇവരോട് പറഞ്ഞിട്ട് യാതൊരു സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തിട്ടില്ല. കൊരട്ടി ജംഗ്ഷനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 3 സ്പാനുകളോടുള്ള അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ബാരിക്കാഡുകൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? വാഹനങ്ങൾ അതിനുള്ളിലേക്ക് അപ്പുറത്തേക്ക് വീഴാതിരിക്കാൻ. ഈ ബാരിക്കാഡുകൾ ചിലത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു 3-4 മീറ്ററാണ്. ഒരു കാറിന് വരെ കടന്നു പോകാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഈ ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനോട് ഇത് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ ചോദിക്കുന്നു കളക്ടർ. അപ്പോൾ അവർ ചോദിച്ചത് എത്ര മീറ്റർ ഗ്യാപ്പ് ഉണ്ട്, ഒരു കാറിന് എത്ര വീതി ഉണ്ടാവും, ഒരു ഉത്തരവില്ല. അപ്പോൾ സ്വന്തം അനുഭവം വെച്ചുകൊണ്ടാണ് അശോക് കുമാർ എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഈ തൊഴിലാളികൾക്ക് യാതൊരു സേഫ്റ്റി പ്രിക്കോഷൻസും കൊടുക്കില്ല. ഒരു സേഫ്റ്റി ഓഫീസർ പോലും ഇല്ലെന്ന്. ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു കെട്ടിടം പണിയുമ്പോൾ ഈ വക സംഗതികളുണ്ടാവും. ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു സേഫ്റ്റി ഓഫീസർ പോലും വെച്ചിട്ടില്ല ഈ PST എന്ന് പറയുന്ന കമ്പനി. കഷ്ടമേ കഷ്ടം. അതിനുശേഷം ഏറ്റവും രസകരമായ സംഭവം വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ ആദരണീയനായിട്ടുള്ള നമ്മുടെ MP ഉണ്ടല്ലോ, MP-യുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് റെസ്റ്റ് ഹൗസിൽ നടന്നു. ആ റെസ്റ്റ് ഹൗസിൽ നടന്നപ്പോൾ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. അതിനെ തുടർന്ന് അതിനൊരു പോംവഴി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. നമ്മുടെ ഈ പ്രൊജക്ട് ഡയറക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അഡ്മിന്മാരാക്കിക്കൊണ്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഗ്രൂപ്പിലിടുന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. റവന്യൂ സംവിധാനങ്ങളുടെയും കളക്ടർ ഭാഗത്ത് ഇടപെടലുണ്ടാകുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. അതിൻ്റെ അഡ്മിൻ തന്നെയായിട്ടുള്ള ഈ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ പറയുന്നത് അത് എന്നൊക്കെ. അപ്പം SP പറയാണ് അവിടെ നിന്ന്, അൻസിലെ നീ ഇങ്ങനെ പറയല്ലേ, ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കില്ലേ, നമ്മളിത് ഉണ്ടാക്കിയതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ബി കൃഷ്ണകുമാർ IPS അവിടെ കൃത്യമായി വിശദീകരിക്കുകയാണ്. എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കിയത്? പഞ്ചായത്ത് അധികാരികളെ പോലും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവസാനം കളക്ടർ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തു. അതുപോലെ തന്നെ സ്ലാബ് പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തു വെച്ചേക്കണ ഏറ്റവും പാതക നിർമ്മാണം ഏതാണെന്ന് ഈ കാനകളുടെ സ്ഥിതിയാണ്. ഈ മഴക്കാലം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേരാമ്പ്ര, മുരിങ്ങൂര്, കൊരട്ടി, ചടങ്ങര, ഈ 4 സ്ഥലത്തും മുട്ടിനൊപ്പമാണ് വെള്ളം. അതിലൂടെ പോകുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? വളരെ ബുദ്ധിമുട്ടേറിയ സംഭവമാണ്. ഇത് നമ്മൾ ഈ സന്ദർശനത്തിന് വരുമ്പോൾ ഞാൻ ആരും കുറ്റം പറയുന്നതല്ല, ശിഖ സുരേന്ദ്രൻ IAS അവരുകളെയും കുറ്റം പറയുന്നതല്ല. നമ്മൾ ഈ സന്ദർശനത്തിന് വരുമ്പോൾ ആ കാനകളൊക്കെ പോയി കാണണം. അതുപോലെ തന്നെ കൊരട്ടിയിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്, തൂണ് കെട്ടിപ്പൊക്കിയ കമ്പികൾ മുഴുവനും അവിടെ വന്ന് സ്ഥലം കാണണം, ആ പ്രദേശം ഉൾപ്പെടെയുള്ള സംഗതികൾ നിരീക്ഷിക്കണം. എന്തായിരുന്നാലും കൊരട്ടി ജംഗ്ഷനിൽ ഇറങ്ങാതെ വാഹന വ്യൂഹം നല്ല ചീർപ്പാഞ്ഞു പോയി. വേറെ ഏതെങ്കിലും തരത്തിൽ മീറ്റിങ്ങുകൾ ഉണ്ടാകാം. എന്നാലും ഈ വരുന്ന മീറ്റിങ്ങിൻ്റെ ഒരു കാര്യം നടക്കണ്ടേ? ഈ കാനകൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചടങ്ങരയിൽ തന്നെ തെക്കോട്ടുള്ള ദിശയിൽ പണിത് വെച്ചാണ് കാന. അതിന് മുകളിലുള്ള സ്ലാബുകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാനയിലെ വെള്ളം പോയിട്ട് വേറെ ഒരു കാനയിലേക്ക് നടുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു 8 അടി താഴ്ചയുള്ളത്. അതിലൂടെ ചാടിച്ച് ഈ വെള്ളം പോകണം. അതിന് ഈ ചെറു കാന ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയാം, ഇങ്ങനെ വെള്ളം മുകളിലേക്ക് കയറിപ്പോവും. അല്ലാണ്ട് വേറെ എന്താണ് നടക്കുന്നത്? ഇങ്ങനെ അപാകതകൾ നിറഞ്ഞ നിർമ്മാണ പരിപാടികൾ. ഇത് ഓരോ തവണയും പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ സ്ലാബ് വീഴ്ച തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ജനങ്ങളാകെ പരിഭ്രാന്തിയിൽ ഇതിലൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ ഈ സന്ദർശനം വരുന്നത്. എല്ലാ സന്ദർശനങ്ങളും നേരത്തെ പറഞ്ഞ മാതിരി മൗനം കുടിച്ചിരിക്കുന്നു നമ്മളെന്ന് പറഞ്ഞ പോലെയാണ്, കവിത പോലെ തന്നെയാണ് ഈ സംഭവങ്ങളുടെ കിടപ്പും. ജനം ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഇതെങ്ങനെയെങ്കിലും ഈ പാതക നിർമ്മാണം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. അതുപോലെ ചാലക്കുടി പാലവുമായി ബന്ധപ്പെട്ട സംഭവം, അത് MLA-യുടെ ഒരു ഇടപെടലാണ്. MLA പറഞ്ഞു ഈ 2 സംഭവങ്ങൾ നിങ്ങളൊന്ന് പണി തീർക്ക്, എന്നിട്ട് മതി അവിടെ ഡൈവേർഷൻ്റെ പരിപാടി. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് അവിടെ ഡൈവേർഷൻ ഒപ്പിച്ചുള്ള ബ്ലോക്ക് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ MLA-ക്കുള്ള പണി അപ്പം കിട്ടും. MLA-ക്ക് ആൾക്കാർ വോട്ട് കുത്തുമ്പോൾ നോക്കും. അത് ആൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞു ആ പരിപാടി വേണ്ട, അവിടെ നിർത്തിയാൽ മതി. അതുകൊണ്ട് മാർച്ച് അവസാനത്തോടു കൂടി ചിറങ്ങരയും
മുരിങ്ങൂര് മടിപ്പാത നിർമ്മാണങ്ങൾ തീരുമെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. സേഫ്റ്റി ഓഫീസർമാരടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആദരണീയനായിട്ടുള്ള പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചെറങ്ങര, മുരിങ്ങൂര്, കൊരട്ടി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ചേർന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മികച്ച പ്രൊജക്ട് ഡയറക്ടറിനുള്ള അവാർഡ് ഈ അൻസിൽ എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുക്കണം. കാരണം എന്തൊരു കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൊടുക്കുന്നത്. ഏറ്റവും നല്ല നിർമ്മാണ കമ്പനി PSG, ഒരു കൂറ്റൻ ട്രോഫി വല്ല ബേസ്ബോളിൽ എന്തെങ്കിലും വെട്ടി അവർക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളല്ലേ. സംഘം സ്ഥലം സന്ദർശിച്ച് പതിവ് പോലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോയി. ഈ നിർമ്മാണം, ഞാൻ ഭയക്കുന്നത് ഈ നിർമ്മാണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓരോ പരിപാടികളും ഇത് വല്ല മഴക്കാലത്തും തള്ളിപ്പോകാതിരിക്കട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നോക്കാം. ഇവർ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ SP സാർ പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന മണ്ണ് ഇവിടേക്ക് തന്നെയാണോ വരുന്നത്? അമൃതരംഗ സാർ പറയുന്നത് ഈ മണ്ണ് കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുവന്നാണ്. NHയുടെ പേരിൽ തന്നെയാണ് ഈ മണ്ണ് വരുന്നത്. എന്താണ് അങ്ങനെ? ഇങ്ങനെ കുറേ 100,000 സംഭവങ്ങൾ. അതിൻ്റെ ഇടയിലാണ് കളക്ടറുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഇടപെടലുകൾ നടന്നത്. നിങ്ങളിത് ജില്ലാ നേതൃത്വത്തിൻ്റെ മുന്നിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ആശയങ്ങളും ആമാശയമൊക്കെ കണ്ടെത്തേണ്ടത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അല്ലാണ്ട് ഞങ്ങളോടാണ് ചോദിക്കേണ്ടത് ബിറ്റുമിനില്ലാന്നും മണ്ണ് വേണമെന്നൊക്കെ. ഇതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടിപ്പാതകളുടെ സ്ഥിതി. കാനകളുടെ സ്ഥിതി നമുക്ക് മഴക്കാലം വരണ്ടല്ലോ. ഒരു മെയ് മാസത്തോട് കൂടിയിട്ട് അൻസിൽ സാർ പറയുന്നത് ചെറിയ മഴയ്ക്ക് വരുള്ളൂ എന്നൊക്കെ പറയണേ. നമുക്ക് കാണാമല്ലോ ഈ മഴ ഇങ്ങനെ വരണേന്ന്. അപ്പം അറിയാം ഈ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് വരും, അതിനൊരു എന്താക്ഷൻ ഉണ്ടാവും. അന്നും ഇതുപോലൊരു സന്ദർശനം വരും. ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന അപാകത നിറഞ്ഞ നിർമ്മാണ പരിപാടികൾക്ക് ഇവർക്കൊന്നെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് പിഴ ചുമത്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ഒരു ആക്ഷൻസ്, എന്ത് ആക്ഷൻസ് എടുക്കേണ്ട ഒരു ആക്ഷൻസും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. പതിവ് പോലെ സന്ദർശനത്തിനുള്ള സമയം കഴിഞ്ഞ് സന്ദർശകർ യാത്രയായി. നന്ദി, നമസ്കാരം. നിങ്ങളെ ജോയിന്റ് ആദ്യമായിട്ട് വരണ്ടേ മീറ്റിംഗിന്? നമുക്ക് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയണ്ടേ? ഫെബ്രുവരി 24 വീണതായി ചെറിയ ഷീറ്റ്. നേരത്തെ വലുതൊരെണ്ണം വേണം. താഴെ ആളുകൾ പോകുന്ന റോഡാ ഇത്. നമുക്ക് ഇനി ഉണ്ടാവത്തില്ലെന്ന് പറയാൻ എന്ത് ഉറപ്പുള്ളത്? നിങ്ങളുടെ എന്തായാലും ചെയ്യില്ലേ? അതിന് പ്രിക്കോഷൻ, ഇതിന് FIR എടുക്കണമെന്ന് പറഞ്ഞ ആള് വന്നു. നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചപ്പോ ഇത് അവിചാരിതമാണെന്നൊക്കെ പറഞ്ഞ് വെച്ചതാ. പക്ഷെ ഇനി അത് വീണാൽ അത് സീരിയസ് ആണ് കേട്ടോ. ഇനി താഴെ വീണാൽ ആളുകൾക്ക് പരിക്ക് പറ്റിയാലേ കേസെടുക്കാവുന്നൊന്നുമില്ല. അങ്ങനെ വീണാൽ അപ്പൊ FIR എടുക്കേണ്ടി വരും. അതിന്റെ കമ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നു തുടങ്ങി. ഈ വണ്ടിയിൽ ഓടി അത്രയ്ക്ക് തിക്നെസ് ഉള്ള സാധനത്തിന്. അപ്പോ സ്ലാബ് കംപ്ലൈന്റ് വന്നാൽ എത്ര ദിവസത്തിനകം നിങ്ങൾ മാറ്റും? ഒരു ദിവസത്തിനുള്ളിൽ മാറ്റും. ഇപ്പൊ ഗ്രൂപ്പിൽ നിങ്ങളുണ്ട്. ഞങ്ങളുണ്ട്, പുറത്തുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇങ്ങോട്ട് മനസ്സിലേ ഇങ്ങനെ പറയല്ലേ. ഇങ്ങോട്ട് നോക്ക്. ഇത് ഉണ്ടാക്കിയതാണെന്നറിയാമോ? വലിയ വിവാദവും പ്രശ്നമായപ്പോ നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാക്കിയതാണ് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അത് ഫങ്ഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം കേട്ടോ. ഇത് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. ഒരു മഴ പെയ്ത് റോഡ് ബ്ലോക്ക് ആയി ഇവിടെ ബഹളമായി കഴിഞ്ഞാൽ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അന്തരം തന്നെ വീണ്ടും ബുദ്ധിമുട്ടാവുമെന്ന് പറയാം. നമുക്കത് ജനങ്ങൾക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യും, പഞ്ചായത്തിന്റെ ആൾ ആഡ് ചെയ്യും. ഒഫീഷ്യൽ നമ്പേഴ്സ് കൊടുത്താൽ മതി. എല്ലാവരുടെയും മാറിപ്പോയാൽ ഒഫീഷ്യൽ നമ്പർ. ഈ വർക്ക് കുറെ സ്ലോ ആണ്. അതാണൊരു മണ്ണിന്റെ ഇഷ്യൂ ഇപ്പൊ തീർന്നില്ലയോ? ഈ മണ്ണിന്റെ ഇഷ്യൂ വരത്തില്ല. ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ പറയുന്ന ആള് ആ എടുക്കുന്ന മണ്ണ് ഇതിന് തന്നെ എടുക്കണം. അതാണ് പലർക്കും സംശയം. ഈ എടുക്കുന്ന മണ്ണ് ഇവിടെ തന്നെ വരുന്നു എന്നുള്ളതിന് ഉറപ്പുണ്ടെങ്കിൽ എത്ര മണ്ണ് ഇവിടെ തരാം. ഈ വരുന്ന ആള് എടുക്കുന്ന മണ്ണ് റോഡിന് തന്നെ തരുന്നുണ്ടോ? അത് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നെഗറ്റീവ് റിപ്പോർട്ടല്ല. നിങ്ങൾ അതിൽ താല്പര്യത്തോടെ നിന്നാൽ ഞങ്ങൾ കൂടെ ഒരു പോലീസിനെ തരാം. മണ്ണൊരു വിഷയമല്ല. അല്ല മാഡം, ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന മണ്ണ് ഇവിടേക്ക് തന്നെ ആണോ വരുന്നത്, വേറെ അല്ലാതെ പോകുന്നോന്നൊക്കെ ഉള്ള സംശയം പലരും പറയാം. അപ്പൊ ഇവർക്ക് മണ്ണ് നാട്ടുകാര് അവിടെ ഇവിടെയൊക്കെ തടയുന്നുണ്ടായിരുന്നു. എല്ലാം പോലീസ് പോയി രമ്യമായിട്ട് തീർത്തു കൊടുത്തു. ഈ വരുന്ന മണ്ണ് പ്രോപ്പറായിട്ട് ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ ഞങ്ങൾ പോലീസിനെ കൊടുക്കാൻ കൂടെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. നോക്കാം, മണ്ണിന്റെ വിഷയം നിങ്ങൾ പറയരുത്. മണ്ണിന്റെ വിഷയമല്ല, അല്ലാതെ ഒരു സ്ലോ ഉണ്ട്. ആ സ്ലോനെസ് ഒന്നും മാറിയില്ലെങ്കിൽ നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിന്റെ വർക്കാണ്. ഈ അപ്രോച്ചിന്റെ വർക്കിൽ മണ്ണാണ് മെയിൻ. ഞങ്ങള് ഇപ്പം എവിടെ ഇപ്പൊ മണ്ണ് കിട്ടാത്ത? ഇപ്പൊ നമുക്ക് ഇന്നലെയാണ് പെർമിറ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് ചിറങ്ങരയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ബിൽഡിംഗ് പെർമിറ്റ് ഒരാളെ കിട്ടിയിട്ടാണ് നമ്മൾ ചിറങ്ങര തീർത്തത്. 200 ലോഡ് വേണമായിരുന്നു ചിറങ്ങര തീർക്കാൻ. അതൊരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയ ആൾക്കാരെ ഇന്നലെ മിനിഞ്ഞാന്ന് കിട്ടിയ പെർമിറ്റ്, ശനിയാഴ്ച കിട്ടിയ പെർമിറ്റ്. ഇപ്പൊ ഇന്നലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മുരിങ്ങൂര് അടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നിലവിലെ പ്രശ്നമില്ലേ? ഇപ്പം നിലവിലെ ഒരു ലൊക്കേഷനേ ഉള്ളൂ. അത് റിക്വയർമെന്റ് അല്ല, അതിൽ കൂടുതൽ വേണം. എവിടെ മണ്ണ് വേണ്ടേ? നമുക്ക് ഇറങ്ങി ആപ്പല്ലൂരും കൊരട്ടിയും വേണം. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ?
ഒരു ആപ്ലിക്കേഷൻ മാഡത്തിന് കൊടുത്തിട്ടുണ്ട്. എനിക്കല്ലല്ലോ വരുന്നത് എന്നാ ലാസ്റ്റ് വീക്കിലല്ലേ അപ്പൊ ആ റിക്വയർമെന്റ് അല്ലേ ഉള്ളൂ. ഇപ്പൊ എന്താണ് ഇവിടെ മണ്ണ് എടുക്കുന്നുണ്ട്, പക്ഷെ അത് പോകുന്ന കൊടുങ്ങല്ലൂരിന്റെ റോഡ് പണിക്കാണ്. ഇത് പല സ്ഥലത്തു നിന്നാണ് സാർ എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വിചാരിച്ച് ഇവരുടെ ആണെന്ന്, പക്ഷെ അത് പോകുന്നത് ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ ഇങ്ങോട്ടേക്ക് വർക്കിന് വരുന്നില്ല മണ്ണ്. അത് അവരുടെ ലൊക്കേഷൻ ആയിരിക്കാം, അതറിയില്ല. പക്ഷെ NH-ന്റെ പേരിലാണ് ഈ എടുക്കുന്നത് മുഴുവൻ. മാഡം ഇപ്പൊ ഈ 2 ആഴ്ച നേരത്തെ കൊരട്ടി പൊളിച്ചു. ഇത്ര ഇനിയിപ്പോ മഴ സ്റ്റാർട്ട് ചെയ്യും 1 month. അപ്പൊ നല്ലൊരു സ്പീഡിൽ വന്നു. പൊങ്കൽ ആ സമയം തൊട്ട് പിന്നെ സ്ലോ ആയി, പിന്നെ കാണുന്നില്ല. അതാ പറ്റിപ്പോന്താ. ശരിക്കും 1 മാസം കൊണ്ട് ഇതൊക്കെ ശരിക്കും 1 മാസം മതിയാ മാഡം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത്. ഇരട്ടി മുരുങ്ങൂര. അപ്പോ മാൻ പവർ അത്രയും പോലീസിനെ ഇറങ്ങിയിട്ടുണ്ട്. ഓരോന്ന് ഇത് തീർത്ത പെട്ടെന്ന് തീർക്കാം മാഡം. അപ്പൊ അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കുകയായിരുന്നെങ്കിൽ. പിന്നെന്താ ബിഗ്മെന്റ് ഒരു ഇഷ്യൂ ഉണ്ട്. നിങ്ങളിത് ഓരോ ഇഷ്യൂ ഇത് കോൺട്രാക്ടറുടെ ഇഷ്യൂ ആണ്, അല്ലാതെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അടുത്ത് ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ ഫിനിഷ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. ബിറ്റുമിൻ തരണോ നമ്മളല്ല. അപ്പൊ ഇത് എന്ന് തീർക്കും? ഏപ്രിൽ എൻഡിനും ഏപ്രിൽ എന്തിനും മഴയില്ലാന്ന് എങ്ങനെ ഉറപ്പിക്കുന്നത്? അപ്പൊ എനിക്ക് മഴയുടെ റീസൺ അല്ല, മഴയുടെ റീസൺ ഇനി പറയരുത്. മഴ കാരണം എനിക്ക് ഇനി പണി നിർത്താൻ പറ്റില്ല. ഈ ലൊക്കേഷൻ കാരണം എർത്ത് വർക്കാണ് മഴ കാരണം main effect കുറച്ചുകൂടി ഉണ്ടാവുക. മാൻ പവർ ഇട്ട് ചെയ്ത ഏപ്രിലേക്ക് കൊണ്ട കാര്യം ഈ മാസം തീർത്തോളൂ. അല്ല sir, ഈ പോകുന്ന വർക്കല്ല, ഇത് നമുക്ക് പേവർ ഇട്ടിട്ട് വെറ്റ്ഫിക്സ് എടുത്തിട്ട് DVM വർക്ക് അത് പെട്ടെന്ന് ചെയ്തോളൂ. ചെയ്യുന്നത്. മുരുങ്ങൂര് ഇതേ അവസ്ഥ തന്നെയുണ്ട് സാർ. രണ്ടും ഒന്നിച്ച് തീർക്കുകയാണെങ്കിൽ ചെറുങ്ങരയും കൊരട്ടി ഒരു മഴ പെയ്ത പിന്നെ അവിടെ നിന്ന് ഇപ്പോ ആ 2 വിഷയങ്ങളും അവിടെ അത് തീർക്കണം. അതിപ്പോ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയേക്ക് എങ്ങും എവിടേക്കും മുട്ടിച്ചിട്ടില്ല, വെള്ളത്തെ ഒഴിക്കും. മഴ വന്നാൽ പ്രശ്നം വരത്തില്ലല്ലോ. പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഡ്രെയിനേജ് ആണ്. പിന്നെ പ്രോമിസ് ചെയ്തിരിക്കുന്ന ബാരിക്കേഡ് വിത്തിൻ 24 hours ആണ്. പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നത് ഗ്രൂപ്പിൽ നിങ്ങൾ ഒഫീഷ്യൽസിന്റെ നമ്പർ കളക്ട് ചെയ്യണം. സേഫ്റ്റി എഴുതേണ്ട ആള് നിങ്ങളുടെ കൺസൾട്ടൻസി വന്നാൽ നിങ്ങൾ മാൻ പവർ ഇല്ലാന്നാണ്. സോയിൽ അനദർ ഇഷ്യൂ ആണെന്നാണ്. മാൻ പവർ കൂട്ടേ പറ്റുള്ളൂ. അത് യു മേ റിപ്പോർട്ട് ടു മീ റിഗാർഡിംഗ് how many people needs to be procured here for the completion of this work. പിന്നെ ഏതാ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ മുരിങ്ങൂരോ? How many manpower is required and how many people they have posted as of now? And are they going as per the terms of it? അമ്പലൂര് ട്രാഫിക് വാർഡൻ വന്നിട്ടുള്ളത് Sir, അവിടെ ഉള്ള ട്രാഫിക് പറഞ്ഞ കൊരട്ടിയിൽ ആ. അപ്പൊ അയാള് ഓടിപ്പോയി. അയാളുടെ വർക്ക് പറ്റൂലാന്ന് പറഞ്ഞു. ഉടുപ്പി പകരമാണേ നോക്കാം. അപ്പൊ ഞാനിപ്പോ കമ്പനിയോട് പറഞ്ഞു, GIP-നോട് പറഞ്ഞിട്ട് അവരുടെ തൊട്ടടുത്താണല്ലോ ആമ്പലൂര്. ആമ്പലൂര് വെച്ചാൽ മതി, കൊരട്ടി വെക്കട്ടെ. എന്നത്തേക്ക് വരും? നാളത്തേക്ക് വെക്കാം. നാളെ വരും കേട്ടോ. നാളെ വന്നില്ലെങ്കിൽ ഞാൻ